എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 13-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 13 9 മുതൽ 12 വരെ. അപ്പോൾ ശൗൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നുവെന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധികാരം നഷ്ടപ്പെട്ടു പോയ ഒരു കിരീടധാരിയെക്കുറിച്ചാണ് ശമൂവേലിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത്. ഇസ്രായേൽ ജനത്തിന് നൽകപ്പെട്ട രാജാവ് ശൗൽ 40 വർഷക്കാലം അവരുടെ മേൽ വാണു എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. എങ്കിലും പരാജയത്തിലും നിരാശയിലും ജീവിതം അവസാനിച്ചു. വളരെ നന്നായി ആരംഭിക്കാൻ സർവശക്തനായ ദൈവം അവനോട് കരുണ കാണിച്ചു. എന്നാൽ തൻ്റെ ഭരണകാലത്തിൻ്റെ നല്ല ഭാഗവും രാജാവാണെങ്കിലും ജനത്തിൻ്റെ മേൽ സ്വാധീനമില്ലാത്തതും ജീവിതത്തിൽ നേട്ടങ്ങളില്ലാത്തതുമായ അനുഭവത്തിൽ കഴിച്ചുകൂട്ടി. എല്ലാവരുടെയും ദൃഷ്ടിയിൽ കിരീടം അണിഞ്ഞിരുന്നു എങ്കിലും രാജകീയ അധികാരവും ശക്തിയും നഷ്ടപ്പെടുത്തിയവനായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വന്ന് ഭവിക്കാവുന്നതും ഒരുപക്ഷേ നാം ഇന്നായിരിക്കുന്ന അനുഭവവും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടാവാം. ശൗലിൻ്റെ ജീവിതത്തിൻ്റെ ചില സ്വഭാവ വിശേഷങ്ങൾ ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നതിന് പ്രയോജനപ്പെടും. ഈ ഒരു വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ഒരു 3 ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ, 1, പ്രായോഗികതയുടെ മറവിൽ ദൈവിക പ്രമാണം അവഗണിച്ച മനുഷ്യൻ. ഫെലിസ്ത്യരോടുള്ള യുദ്ധത്തിന് മുൻപ് യാഗം കഴിക്കാൻ ശൗൽ ആഗ്രഹിച്ച് ശമൂവേൽ പ്രവാചകന് വേണ്ടി കാത്തിരുന്നു. 8-ാം വാക്യത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ശമൂവേൽ വരുവാൻ താമസിച്ചു പോകുന്നു എന്ന് ചിന്തിച്ച് ശൗൽ യാഗം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ബുദ്ധിപരമായും പ്രായോഗികമായും മാത്രം ചിന്തിച്ചെടുത്ത തീരുമാനത്തിൽ ശൗൽ തെറ്റിപ്പോയി. ജനം ചിതറുന്നു എന്നുള്ളതും ഫെലിസ്ത്യർ എതിരായി വരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യവും പ്രതികരിക്കേണ്ട സന്ദർഭവുമൊക്കെയാണ്. എങ്കിലും ദൈവിക പ്രമാണങ്ങളെ മറികടക്കുന്നതിനുള്ള അനുവാദം നൽകുന്നില്ല. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൻ്റെ എത്രയോ സന്ദർഭങ്ങളിൽ മാനുഷിക ജ്ഞാനത്തിൽ ദൈവിക പ്രമാണങ്ങളെ അവഗണിച്ചിട്ടുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയും പ്രായോഗികതയ്ക്ക് വേണ്ടിയും ദൈവവചനത്തിൻ്റെ വേലിക്കെട്ടുകൾ മറികടന്നു. അതാണ് ശൗലിൻ്റെ പ്രവൃത്തിയിൽ കാണുന്ന 1-ാമത്തെ കാര്യം. 2, അസൂയയുടെ ആത്മാവ് ശൗലിനെ ഭരിച്ചു. ഇസ്രായേൽ കന്യകമാർ അവരുടെ പാട്ടിൽ ദാവീദിനെ കുറച്ച് വാഴ്ത്തിപ്പാടി. ദാവീദിന് 10,000-വും തനിക്ക് 1,000-വും നൽകിയപ്പോൾ ശൗൽ അസൂയുള്ളവനായി. ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ. സന്തോഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അന്നു മുതൽ ദാവീദിനോട് കണ്ണുകടി തുടങ്ങി എന്നെഴുതിയിരിക്കുന്നു. അസൂയയുടെ അനുഭവം തൻ്റെ ഹൃദയത്തിൽ കൊടികൊള്ളാൻ അനുവദിക്കുകയും അത് തൻ്റെ മനോഭാവത്തെയും പ്രതികരണത്തെയും സ്വാധീനിക്കാൻ തുടങ്ങുകയും ചെയ്തതായി ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
ഒരവസരത്തിൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരിനോട് ചേർത്ത് കുത്തുവാൻ തക്ക വിധം തൻ്റെ ഉള്ളിൽ അസൂയയും നീരസവും വർദ്ധിച്ചു വന്നു. കിരീടധാരിയാണെങ്കിലും രാജാധികാരം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ സ്വഭാവവും ജീവിതാനുഭവവും നമ്മൾ ഇവിടെ കാണുന്നു. വിശ്വാസികളും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമായ നമ്മുടെ ഉള്ളിൽ ഇത്തരം സ്വഭാവങ്ങളും മനോഭാവങ്ങളും കടന്നു വരാതെ ജാഗ്രതയോടെ കാത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. കൊരിന്ത്യരുടെ ഇടയിൽ കണ്ട ദൈവകൃപ കണ്ട് സന്തോഷിച്ച ബർന്നബാസിനെ പോലെ സന്തോഷിക്കാനും ദൈവത്തെ സ്തുതിക്കാനും ഇടവരണം. നമ്മളെക്കാൾ കൂടുതൽ പരിഗണന മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ, നമ്മളെക്കാൾ കൂടുതൽ ഒരു ഉയർന്ന പദവിയോ സ്ഥാനമോ മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ അത് കണ്ട് അസൂയപ്പെടുന്നത് ദൈവഹിതത്തിന് വിരോധമാണ്. ശൗൽ അങ്ങനെ അസൂയുള്ളവനായി തീർന്നു. മറ്റൊരു ചിന്ത, ഭോഷ്കിൻ്റെ ആത്മാവ് ശൗലിനെ ഇങ്ങനെ നിയന്ത്രിച്ചു. സംസാരത്തിലും ഇടപാടിലും ഭോഷ്ക് പറയുന്ന സ്വഭാവം ശക്തി നഷ്ടപ്പെട്ട ശൗലിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അമാലേക്യരെയും സമ്പത്തിനെയും നശിപ്പിക്കാൻ ദൈവം കൽപ്പിച്ചിട്ടും നശിപ്പിക്കാതെ മേത്തരമായ മൃഗങ്ങളെ ശേഷിപ്പിച്ചപ്പോൾ അനുസരണക്കേടും പാപവും വന്നു എന്ന് സമ്മതിക്കേണ്ടതിന് പകരം യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ താൻ അവയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വ്യാജ വാക്കുള്ളതായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തികളിലും വഞ്ചനയുടെ ആത്മാവ് വ്യാപരിച്ചിരുന്നു. വിരുന്നൊരുക്കി ദാവീദിനെ ക്ഷണിച്ചപ്പോൾ വിരുന്നിൻ്റെ നടുവിൽ ദാവീദിനെ കളയാൻ ഉദ്ദേശിച്ചിരുന്നു. തൻ്റെ സ്നേഹസൽക്കാരത്തിൽ വഞ്ചന ഒളിച്ചു വെച്ചു. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സമ്മാനങ്ങളിൽ, പുകഴ്ത്തി പറയുന്ന വാക്കുകളിൽ, സംസാരത്തിൽ വഞ്ചനയുടെ ആത്മാവ് മറഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാക്കുകളിലും ഇടപാടുകളിലും 100% പരമാർത്ഥത നിറഞ്ഞു നിൽക്കണം. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നുള്ളത് ഇല്ല എന്നുമായിരിക്കട്ടെ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. വിജയസാധ്യതകൾക്ക് വേണ്ടി വ്യാജവും വഞ്ചനയും ഉപയോഗിക്കുന്ന സമൂഹത്തിൽ ദൈവ സ്വഭാവത്തിൻ്റെ അംശികളും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമായ നമ്മൾ എത്ര ഭക്തിയോടും ഭയത്തോടും നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടതാണ്. വെടിപ്പുള്ള കൈകളും നിർമ്മല ഹൃദയവും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്ത അനുഭവവും ആവശ്യമാണ്. ഭോഷ്കിൻ്റെ ആത്മാവും വഞ്ചനയുടെ സ്വഭാവവും ദൈവിക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകും എന്നുള്ളത് ശൗലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. ഭോഷ്കിൻ്റെ ആത്മാവിനെ കൂട്ടുപിടിച്ച് ഒന്ന് ജയിച്ചു കയറാൻ ശൗലിനെ പോലെ ഒരിക്കലും നമ്മൾ പരിശ്രമിക്കാൻ പാടില്ല എന്നതും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ശൗലിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്ന് ചില പാഠങ്ങളിലേക്ക് കടന്നു വരാം. ആരും അറിയപ്പെടാത്തവരായി ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നാലും ഭോഷ്കിൻ്റെ ആത്മാവിനെ കൂട്ടുപിടിക്കാതെ, അസൂയയുടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാതെ, പ്രായോഗികതയുടെ മറവിൽ ദൈവിക പ്രമാണം മറന്നുകളയാതെ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയല്ലോ, നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ പരമാർത്ഥതയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക പ്രമാണങ്ങളെ ഏത് സാഹചര്യത്തിലും മുറുകെ പിടിക്കാൻ ശക്തി നൽകണമേ. ആരോടും അസൂയ കാണിക്കാതെ ജീവിപ്പാനുള്ള കരുത്ത് നൽകണമേ. ഭോഷ്കിൻ്റെ ആത്മാവിനെ അകറ്റി നിർത്തി ജീവിതം ശുദ്ധീകരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നത്തെ ആവശ്യങ്ങളിലും യാത്രകളിലും കൂടെ ഇരിക്കണമേ.
ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർക്കുന്നു. അനുഗ്രഹത്തിൻ്റെ നല്ല നാളുകളിലേക്ക് പ്രവേശിപ്പാൻ ഇടവരുത്തണമേ. കരയുന്ന, വിലപിക്കുന്ന, ദുരന്തങ്ങളിലേർപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു. കർത്താവിൻ്റെ കരുണ എല്ലാവരോടും കൂടെ ഇരിക്കണം. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.